ഹായ് മക്കളെ, AK ആണ്. വെൽക്കം ടു സൈലം ലേണിംഗ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമാക്കി ഇരുന്നല്ലേ? കാരണം സ്കൂളിലൊക്കെ പോയി നമ്മുടെ പഴയ കൂട്ടുകാരെ കണ്ടു. പഴയ കൂട്ടുകാരെ വീണ്ടും കാണുമ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞപ്പോഴുള്ള വിഷമം ഉണ്ടായോ നിങ്ങൾക്ക്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തൊക്കെയായി കഴിഞ്ഞാലും വെക്കേഷനിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇനി 9th നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇന്ന് നമ്മുടെ ടോപ്പിക് 9th സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഫിസിക്സും. ഇതാണ് ടോപ്പിക്. 9th ഫിസിക്സ് എങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പക്ഷേ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ തന്നെ പണ്ട് പറഞ്ഞതാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് 9th അല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് 4 ട്രിക്കുകൾ പഠിപ്പിച്ചു തരും. ഈ 4 ട്രിക്കുകളും നിങ്ങൾ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വർഷത്തെ 9th ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാറും. ഓക്കെ, അതായത് നിങ്ങൾ ഉറപ്പായിട്ടും ഫിസിക്സിൽ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടെക്നിക്കാണ്, കുറച്ച് ട്രിക്സ് ഞാൻ പറയാൻ പോകുന്നത്. 4 ട്രിക്കാണ് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്സിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് മാത്സ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. എന്താ പറഞ്ഞത്? കണക്കാണ് ഫിസിക്സിന്റെ ഭാഷ എന്നാണ് പറയുന്നത്. കണക്ക് നിങ്ങൾക്ക് വ്യക്തമായി ചെയ്യാൻ അറിയാമെങ്കിൽ ഫിസിക്സ് നിങ്ങൾ ആരായിരിക്കും? നിങ്ങളെ പുലികളായിരിക്കും, അഗ്രഗണ്യന്മാരായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ വർഷം പഠിക്കാനുള്ള ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് നോക്കാം, അതായത് ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യ ചാപ്റ്റർ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ്, ദ്രവബലങ്ങൾ. നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ ദ്രവങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ അവ ഉപയോഗിക്കുന്ന ബലങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതും സിമ്പിൾ ആണ്, പക്ഷേ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് വരും. നിങ്ങൾ 8 പഠിച്ച ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം, പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി, ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ചലന സമവാക്യം രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്കുകൾ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരും ഇതേപോലുള്ള പേര് തന്നെയാണ്. ഏതാണ്? മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്, അതായത് ചലനവും ചലന സമവാക്യങ്ങളും. ഇതും രസമുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ ന്യൂട്ടൺ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും 3 ചലന സമവാക്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സ്വാധീനം ചെലുത്തുക എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഗുരുത്വാകർഷണം. സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. ന്യൂട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ച എല്ലാവർക്കും അറിയാം. അപ്പം ആ ന്യൂട്ടൺ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? സോ ആപ്പിൾ വീണ കഥയും, ഈ ആപ്പിൾ വീണത് ജൂപ്പിറ്ററിലായിരുന്നുവെങ്കിൽ എങ്ങനെയാവുക എന്നുള്ളതും, മൂണിലാണെങ്കിൽ എങ്ങനെയാവുന്നുള്ളതും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. രസമുള്ളൊരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. പിന്നെയുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് പ്രവൃത്തി ഊർജം പവർ അല്ലെങ്കിൽ വർക്ക് എനർജി പവർ ആണ്. സെറ്റ് ചാപ്റ്റർ ആണ്. നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റിയ സിമ്പിളായ കുറേ കാര്യങ്ങൾ ഇതിനുണ്ട്. ഇവിടെയാണ് നമ്മൾ ഗതികോർജം, സ്ഥിതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ആണ് ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ അടുത്ത ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കിടക്കുകയാണ്. ഓക്കെ, ആ ചാപ്റ്ററിന്റെ പേരാണ് കറന്റ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാ വൈദ്യുതി. അടിപൊളി ചാപ്റ്റർ ആണ്. ചാപ്റ്ററിനെ പറ്റി ഒന്നുകൂടി ഞാൻ പറയാണ്, കറന്റ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാ വൈദ്യുതി. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കറന്റ് എന്താണ്, ആ കറന്റ് എങ്ങനെയാണ്, അതിന്റെ ദിശ എങ്ങനെയാണ്, ആ ഡയറക്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കും. 10ാം ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ ബാക്കി പത്രങ്ങളായിട്ട് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും ഉണ്ട്. സോ ഈ ചാപ്റ്റർ പ്രധാനപ്പെട്ടതാണ്. ഇനി അവസാനത്തെ ചാപ്റ്ററിന്റെ പേരാണ് തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും ചാപ്റ്റേഴ്സ് ഇവിടെ നമ്മൾ പ്രധാനമായും സൗണ്ടിനെ പറ്റിയാണ് പഠിക്കുക. ഇത്രയും ചാപ്റ്റേഴ്സ് 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ട്രിക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഈ ഒരു ട്രിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ, എന്റെ കൂടെ കൂടണേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, 0.2 സ്ക്വയർ കാണാനുണ്ടായിരിക്കും. 0.2 സ്ക്വയർ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും എഴുതി പോകും 0.2 സ്ക്വയർ 0.4 എന്ന് നമ്മൾ എഴുതി പോവാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 0.2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അത് 0.2 ഇൻറ്റു 0.2 ആണ് അല്ലേ? ഇതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് 0.04 എന്നാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യും, 0.2 ഇൻറ്റു 0.2 എന്ന് എഴുതിയിട്ട് 4 ഇവിടെ കിട്ടുന്നു. പിന്നെ എന്താ കിട്ടുക? 0 കിട്ടും.
ഇവിടെയും 0 കിട്ടും, ഇവിടെയും 0 കിട്ടും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് ഈ പോയിന്റ് നേരെ ഇറക്കി എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0.4 എന്ന് ഉത്തരം കിട്ടാറുണ്ട്. അത് തെറ്റാണ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. 0.2 ഇൻറ്റു 0.2 ആണ്. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ആണ് ഉള്ളത്, 1. ഇവിടെ എത്ര ഉണ്ട്? 1. അപ്പം മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വന്നു? 2 ഡിജിറ്റ് വന്നു അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം, ആൻസർ എന്ത് വരണം? ഈ ഒന്നും ഒന്നുകൂടി നോക്കിയിട്ട് മൊത്തം 2 ഡിജിറ്റ് വേണം പോയിന്റ് കഴിഞ്ഞിട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 0.03 ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 0.2 കൊണ്ട് ഗുണിക്കുകയാണ്. 0.03 ഇൻറ്റു 0.2. നമുക്ക് എല്ലാവർക്കും അറിയാം 3, 2, 6 ആണ് വരുന്നത്. അപ്പോൾ 6 ആണ് ശരിക്കും ഉത്തരം വരിക. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റിന് ശേഷം 1, 2, ഇവിടെയും പോയിന്റ് 2 ശേഷം എത്രയായിരുന്നു? 1 വരും. അപ്പൊ ടോട്ടൽ എത്രയായി? 1, 2, 3 പോയിന്റ്സ് വരണതാണ്. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടേണ്ടത്? 6 ആണ് നമ്മുടെ ആൻസർ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യണം? ഇവിടെ 2 0 ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇടണം. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? 0.006 ആണ് കിട്ടുക. എന്ത് മനസ്സിലായി? പോയിന്റ് ടോട്ടൽ എത്ര ഡിജിറ്റ്? 2 സംഖ്യയും കൂടിയിട്ട് 1, 2, 3 അങ്ങനെ നമ്മൾ നോക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ചില കുട്ടികൾ എഴുതാറുണ്ട്, ഇവിടെ 2 എണ്ണം വരുന്നു, ഇവിടെ 1 ഉള്ളു. അപ്പൊ ടോട്ടൽ കൂടുതൽ എവിടെയാണ്? ഇവിടെ. അപ്പൊ 2 ഇങ്ങനെ ഇട്ട് വെക്കും, ഉത്തരം 0.06 ഇട്ട് വെക്കും. അത് തെറ്റാണ് കേട്ടോ. സോ ഇത് റോങ് ആണ്. ഇതാണ് റൈറ്റ് ആൻസർ. ഈ ട്രിക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഒരു ട്രിക്ക് കൃത്യമായിട്ട് പഠിച്ചു. ഇനി അടുത്ത ട്രിക്കിലേക്ക് നമ്മൾ കടക്കാണ്. നെക്സ്റ്റ് ട്രിക്ക് ശ്രദ്ധിച്ചോ. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പരിചയപ്പെടുത്താൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എനിക്ക് 0.3നെ 0.24 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. പോയിന്റുള്ള സംഖ്യകൾ കൊണ്ടൊരു ഡിവിഷൻ ആണ് നമ്മൾ പറയുന്നത്. ഈ 0.3നെ 0.24 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ആദ്യം ഈ പോയിന്റ് അങ്ങോട്ട് മാറ്റിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം, 0.3 ഡിവൈഡഡ് ബൈ 0.24 എഴുതി വരുമ്പോൾ നമുക്ക് ചെയ്യാനാവില്ല. എന്ത് ചെയ്യണം? ഇത് പൂർണ്ണ സംഖ്യയാക്കി മാറ്റണം, റിയൽ ആയിട്ടുള്ള നമ്പർ ആക്കി മാറ്റുവാൻ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 0.3നെ 10 കൊണ്ട് ഗുണിച്ചെങ്കിൽ എത്ര കിട്ടും? 3 കിട്ടും, ശരിയല്ലേ? അതേപോലെ 0.24നെ എനിക്ക് 100 ഗുണിച്ചെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 24 കിട്ടും. അതായത് പോയിന്റിന് ശേഷം 2 സ്ഥാനമാണ് എങ്കിൽ 2 0 ഉള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് മാറും? പോയിന്റ് ഇല്ലാത്ത സംഖ്യ ആയിട്ട് മാറും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെ രണ്ടുപേരെയും എനിക്ക് എന്താക്കിയാൽ മതി? ഒരു സംഖ്യ കൊണ്ട് 10 കൊണ്ടോ അല്ലെങ്കിൽ 100 കൊണ്ടോ ഗുണിച്ച എന്തായിട്ട് മാറും? എനിക്ക് പോയിന്റ് ഇല്ലാതെ ആയി കിട്ടും. പോയിന്റ് ഇല്ലാതെ ആവുക പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഹരിക്കാൻ വളരെ എളുപ്പമാണ്, മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്കൊരു കാര്യം നോക്കാം. 0.3 നമുക്ക് നോക്കേണ്ടതുണ്ട്. 0.3നെ മാറ്റാൻ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. പക്ഷേ ഇവിടെ 0.24 കൂടി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 0.24നെ 10 ഗുണിച്ചാൽ പോരാ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സംഖ്യയാണോ നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ സീറോസ് ഉള്ള വാല്യൂടെ ഗുണിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ് ഉള്ള വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ 0.24 എടുത്ത ശേഷം ഇവനെ 24 ആക്കാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് എത്ര കിട്ടുള്ളൂ? 2.4 അല്ലേ ആവുള്ളൂ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് മാറ്റുവാൻ എത്ര തന്നെ വേണം? 100 വേണം. അപ്പൊ വലിയ സംഖ്യ അല്ലെങ്കിൽ കൂടുതൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുള്ള സംഖ്യയാണ് നമ്മൾ എടുക്കുക. അപ്പൊ 0.24 എടുക്കുന്നു, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നോക്കടാ, മുകളിൽ നമ്മൾ ശരിക്കും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ താഴെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ മുകളിൽ എങ്ങനെ തന്നെ ചെയ്യണം? നമ്മൾ 100 തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും 100/100 അല്ലെ? 100/100 അല്ലേ ശരിക്കും വരുന്നത്? ശരിക്കും നമ്മൾ 100/100 കൊണ്ട് എന്ത് ചെയ്തതാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. ശരിക്കും 100/100 എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ 1 ആണല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് 6 into 100/100 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം 6 into 1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഉത്തരം 6 തന്നെയാണ് കിട്ടുക. അപ്പൊ നമ്മുടെ വാല്യൂവിൽ എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. അതാണ് ഈ കൺസെപ്റ്റ് നമ്മൾ എടുക്കാനുള്ള കാരണം. പക്ഷെ നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് എനിക്ക് എന്താ കിട്ടുക?
0.3 ഇൻറ്റു 100 ആണ്. നമുക്കറിയാം 0.3 ഇൻറ്റു 10 എത്രയാണ്? 3 ആണ് എങ്കിൽ 0.3 100 എത്രയാണ്? എനിക്ക് 30 അല്ലേ കിട്ടുക? 30 കിട്ടും. ശരിയല്ലേ? ഇനി 0.24 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു, അത് 24 ആണ്. സോ 30/24 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 30/24 അല്ലേ? അപ്പോൾ 1 ടൈം 1.25 ആണ് ഉത്തരം കിട്ടുക കേട്ടോ. 1.25 ഉത്തരം കിട്ടും. സെറ്റ് ആണല്ലോ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ? സോ ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ലാസ്റ്റ് ട്രിക്കിലേക്ക് കടക്കാം. ഇതും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പലപ്പോഴും പൂജ്യങ്ങൾ ഒരുപാട് എക്സാമ്പിൾ 2600 ഇൻറ്റു 800 ചെയ്യാൻ പറഞ്ഞു. നമുക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. 2600 ഇങ്ങനെ എഴുതും, ഡിവൈഡ് ബൈ 800. എന്നിട്ട് എന്താ കാര്യം ചെയ്യുക? ആദ്യം നിങ്ങൾ 0 വെട്ടി കളിക്കുന്നത്. 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 6 0, 2 ഇൻറ്റു 0 0, അടുത്തവും 0 0 0 0 ഇങ്ങനെ ഇതിപ്പോ. പിന്നെയാണ് നമ്മൾ 8 കൊണ്ട് 8 0 0, 8 0 0, 6 8 42, 8 ഇഷ്ടം 4, 2 8 16, 4 20 ഇങ്ങനെ എഴുതി പോവുക ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഉത്തരം കിട്ടും 2 അങ്ങനെ 0 0 0 0 8 0 അല്ലേ? 2 നോട്ട് 8ഉം 4 0യും ഉത്തരമായിട്ട് വന്നു. മക്കളെ ഇവിടെ ഇക്കരി ഒന്നും ചെയ്തു പോണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. മൊത്തം എത്ര 0 ഉണ്ടെന്ന് നിങ്ങൾ നോക്കി വെക്കുക. എത്ര 0 ഉണ്ട് മൊത്തം? 4 0. നേരെ എന്ത് ചെയ്യുക? ആ 4 0 അങ്ങനെ തന്നെ ആൻസറിൽ എഴുതി വെക്കുക. ക്ലിയർ ആണേ? ആ 4 0 അങ്ങനെ തന്നെ ആൻസർ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 26 ഇൻറ്റു 8 ചെയ്ത് നോക്കിയാൽ മതി. 26 ഇൻറ്റു 8 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 208 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇവിടെ 208 ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. സോ എന്ത് ചെയ്തു നിങ്ങൾ? ഈ 0 വെട്ടി, ഈ 2 സെഷനിലെ 0 വെട്ടിക്കളിന്റെ ആവശ്യം നമുക്ക് ഉണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തത്? ഓൾറെഡി ഇവിടെ 2 0, ഇവിടെ 2 0, മൊത്തം 4 സീറോസ് ഉണ്ട്. ഈ 4 പേര് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം 26 ഇൻറ്റു 8 അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 208 അല്ലേ? പിന്നെ ബാക്കി 4 സീറോസും കിട്ടും. സോ ഈ ട്രിക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത്തരം ട്രിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഫിസിക്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് പഠിച്ച് സെറ്റാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ഇതേപോലെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക. സോ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും മക്കളെ. സെറ്റായിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോ? സോ വീണ്ടും കാണാം. ബൈ.